എഡിറ്റിംഗ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഞാൻ എഡിറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ക്രീൻ, എനിക്ക് സ്ക്രീൻ മൊത്തമായി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം മൂവ് ചെയ്യാണ്. ഇതിനകത്ത് കുറേയധികം സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേയധികം സ്റ്റോക്കുകളുടെയും ഓപ്ഷനുകളുടെയൊക്കെ ലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ അതായിരിക്കും എളുപ്പം. അപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ അറിയാം എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ, ആ കാറ്റഗറിയിൽപ്പെടുന്ന കമ്പനികൾ പബ്ലിക്കിൽ നിന്ന് പണം സ്വരൂപിക്കാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ചിലപ്പോൾ 2 കോടി ഷെയറുകൾ പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യും. അതിൽ ഒരു ഷെയറിൻ്റെ വില ചിലപ്പം 2 റുപ്പീസൊക്കെ ആയിരിക്കും ആക്ച്വൽ വില, അതിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ ഒരു പക്ഷേ മാർക്കറ്റിൽ വരുമ്പോൾ അതിന് 60 രൂപ, 70 രൂപ, 100 രൂപ, ചിലപ്പോൾ 300 രൂപ വരെ വാല്യൂ ഉണ്ടാവും. അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റൊക്കെ ചെയ്യുന്നത്. അതിന് ഒത്തിരി പ്രൊസീജിയറൊക്കെ ഉണ്ട്. അന്ന് നമുക്ക് അതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ട്രേഡിംഗ് ആണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഓരോ കമ്പനിയും ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ ഈ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടും. നമുക്ക് 2 മെയിൻ എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, പിന്നൊന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണുള്ളത്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു ബോഡിയുണ്ട്, സെബി എന്ന് പറയുന്ന ഒരു ബോർഡാണുള്ളത്, സെബി. അപ്പോൾ സെബി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യലും അതിൻ്റെ ഡെയിലി ട്രാൻസാക്ഷൻസും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സെബിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ സെബി ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് സാധാരണഗതിയിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഒക്കെ നടത്തുന്നത്. ഇപ്പം നമ്മൾ പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും ട്രേഡിംഗ് നടത്തുന്നത്. നമുക്ക് നേരിട്ട് ട്രേഡിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഒത്തിരി ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. സെറോദ, അപ്സ്റ്റോക്ക്, ഇൻഡ് മണി, അങ്ങനെ കുറേ മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട്. ഇൻ്റർനെറ്റിൽ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പോയാലും നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിലേക്കൊന്നും ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ KYC ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ ഡിമാറ്റ് അക്കൗണ്ടിനകത്തൊരു ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ചെയ്യും. അതിനുശേഷം പൈസ ലോഡ് ചെയ്യാം. ഇതാണ് ഓക്കെ. പിന്നെ നിങ്ങളുടെ ഇൻകം പ്രൂഫൊക്കെ കൊടുക്കണം. നിങ്ങൾ വരുമാനക്കാരനാണോ എന്നൊക്കെ തെളിയിക്കണം. അപ്പോൾ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റോ 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ അത്യാവശ്യം പൈസയൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇനി ഈ ഓരോ വീഡിയോയും ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാതെ 5 മിനിറ്റ്സിന് ഒക്കെ ഉള്ള വീഡിയോകളാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായി. പിന്നീട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് നിൽക്കുന്ന സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒത്തിരി സ്റ്റോക്കുകളെ സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. അതിന് നമ്മൾ ഡിസ്കവർ ഓപ്ഷനിലൊക്കെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് ഓക്കെ, എന്തെങ്കിലും ഒരു കീവേഡ് നമ്മൾ സെർച്ചിന് കൊടുക്കുക എന്തെങ്കിലും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പം റിലയൻസ്, RELIANC, റിലയൻസ്, ഞാൻ റിലയൻസ് ഒന്ന് കൊടുത്ത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി റിലയൻസിൻ്റെ സംഗതിയിൽ വന്നു. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് റിലയൻസ് NSE ഇക്വിറ്റി, എന്ന് വെച്ചാൽ ഇക്വിറ്റി, റിലയൻസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 2,999.95. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലയൻസിൻ്റെ ഷെയർ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ പറ്റും നമുക്കിങ്ങനെ. ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണുന്നത് ഇതിൻ്റെ ഒരു ഗ്രാഫ്. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ ചാർട്ട് എന്ന് പറയുന്നത്. ചാർട്ട് സാധാരണ ട്രേഡിങ് ലൈവായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇത് ലൈവ് ട്രേഡിങ്ങിലല്ല ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ റിലയൻസിൻ്റെ ഇതെങ്ങനെ മൂവ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാർട്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രൈസ് വേരിയേഷനും, താഴെയായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ ടൈമാണ്. നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എൻഡ് ചെയ്യുന്നതെന്ന് അറിയണം. രാവിലെ 9:15 ട്രേഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. എന്നാൽ രാവിലെ 9 മണിക്ക് തന്നെ ഇൻഡെക്സുകളെല്ലാം സ്റ്റാർട്ടാവും. ഇൻഡെക്സുകളെല്ലാം സ്റ്റാർട്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പെൻഡിങ്ങിൽ കിടക്കുന്ന ബൈയും സെല്ലും ഒക്കെ, ഓവർനൈറ്റ് ചെയ്തേക്കുന്ന ബൈയും സെല്ലും ഒക്കെ രാവിലെ 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ടൊന്നും പ്ലേസ് ചെയ്യുന്നില്ല. ഓൾറെഡി പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡറുകൾ ഓഫ്ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ആ സമയത്ത് നടക്കുന്നത്. അങ്ങനെ കുറച്ച് എക്സിക്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വേരിയേഷനോട് കൂടിയായിരിക്കും മാർക്കറ്റ് അഡ്ജസ്റ്റ് ആയതിനു ശേഷം ഓപ്പൺ ആവുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 9:15 ആകുമ്പോൾ മാർക്കറ്റിലെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ 9:15 കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. സാധാരണഗതിയിൽ ട്രേഡിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അപ്പോൾ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. ആ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സമ്മറി എന്ന് പറഞ്ഞ സംഭവം വരും. മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസിലും ഇതുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസിൻ്റെ പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇവിടെ നമ്മൾ സമ്മറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയറിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതായത് ലൈവ് മാർക്കറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ സമയത്തുള്ള ആളുകൾ ബിഡ് ചെയ്യുന്നതും ആസ്ക് ചെയ്യുന്ന പ്രൈസ്, അതായത് ബൈയും സെല്ലും ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വേഴ്സസ് പ്രൈസ് വെച്ച് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇതിന് ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഇപ്പോൾ 2,999.95 നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് ഒരു എമൗണ്ട് പ്ലസ് സംതിങ് അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് ഡേയിൽ എത്ര പോയിൻ്റ്, ഒരു പോയിൻ്റ് 1 റുപ്പിയാണ്, എത്ര പോയിൻ്റ് കയറി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ന് റിലയൻസിൻ്റെ ഇന്ന് പകലത്തെ റിലയൻസിൻ്റെ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ റിലയൻസ് മൊത്തം 3.7 റുപ്പീസ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആണ് മുകളിലേക്ക് കയറിയത്. അതായത് ടോട്ടൽ വാല്യൂവിൻ്റെ 0.12%. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിനകത്ത് 21 എന്നിട്ട് ബിഡ് കൊടുത്തേക്കുന്നു. അപ്പോൾ ആരോ അത് ആ പ്രൈസിൽ വാങ്ങാൻ വേണ്ടി കുറച്ച് ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു, ബിഡ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ തൽക്കാലം ലൈവ് അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ഒന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ ലൈവിൽ വരുമ്പോൾ പറയാം. ലൈവ് ട്രേഡിങ്ങിലാണ് ഈ വരുന്ന ബിഡ് മാസ്കൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിന് ഇടത് സൈഡിലായിട്ട് 100% അപ്പുറത്ത് 0യും കാണിച്ചേക്കുന്നത്. വെച്ചാൽ എത്രത്തോളം വാങ്ങാൻ ആളുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് അതിനകത്ത് കാണാൻ പറ്റും. ഇനി ഈ ഷെയറിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റും. ടുഡേയ്സ് മാർക്കറ്റ്, ഇന്നത്തെ മാർക്കറ്റിൽ അത് പ്രീവിയസ്ലി ക്ലോസ് ചെയ്തിരുന്ന വാല്യൂ എന്താണ്, കറണ്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ വാല്യൂ എത്രയാണ്, പിന്നെ അതിൻ്റെ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഷെയർസാണ് അതിനകത്ത് ഉള്ളത്, അതാണ് എൻ്റെ വോളിയം അത് കാണിച്ചിരിക്കുന്നത്.
പ്രൈസും ഉണ്ട്, വോളിയവും ഉണ്ട്. ഓക്കെ, 46,24,827 അതാണ് എൻ്റെ വോളിയം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചാർട്ട് പോലെ കാണിച്ചിരിക്കുന്നത് ടുഡേയ്സ് ലോ ആൻഡ് ഹൈ ഉണ്ട്, 52 വീക്ക് ലോ ആൻഡ് ഹൈ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ടുഡേയ്സ് ലോ ആൻഡ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ ഇന്നത്തെ ഒരു ദിവസത്തെ ലോയും ഹൈയും ആണ്. ഓപ്പൺ ചെയ്യുന്നത് മേളിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ടുഡേയ്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് 2996.8ഉം ടുഡേയ്സ് ഹൈ എന്ന് പറയുന്നത് 3022.65 അത് ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ അത് പരമാവധി എത്ര മുകളിലേക്ക് പോയി പരമാവധി എത്ര താഴേക്ക് വന്നു, അതാണ് ടുഡേയ്സ് ലോയും ടുഡേയ്സ് ഹൈ. അതുപോലെ തന്നെ കഴിഞ്ഞ 52 ആഴ്ചകളായിട്ട്, ഒരു വർഷമായിട്ട് ലോവസ്റ്റ് എത്രയായിരുന്നു, ഹയസ്റ്റ് എത്രയായിരുന്നു. ഈ ലോവസ്റ്റ് ഹയസ്റ്റും ഒക്കെ എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. അതിപ്പോൾ ആദ്യമേ തന്നെ സ്റ്റാർട്ടിങ്ങിൽ സംഭവിക്കണം, എൻഡിങ്ങിൽ സംഭവിക്കണം, അങ്ങനെയൊന്നുമില്ല. ട്രേഡിങ്ങിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏത് സമയം എന്ത് ചെയ്യാം, അത് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ സംസാരിക്കാം, അതായിരിക്കും എളുപ്പം. ഞാൻ ക്യാമറ ഓഫ് ആക്കുകയാണ്. ഓഫായില്ല. ഓക്കെ, ഇപ്പോൾ ഇനി പറയുമ്പം എനിക്ക് കുറച്ചൊരു എളുപ്പമുണ്ട്, ക്യാമറയ്ക്ക് വേണ്ടി ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ കുറേയധികം കാര്യങ്ങളുണ്ട്. എല്ലാം ഞാനിപ്പോൾ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല, കാരണം തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആവും. ഓക്കെ, പിന്നെ ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്ന ഡൗൺ, ന്യൂട്രൽ, അപ്പ്, അതിന് കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. തൽക്കാലം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം സപ്പോർട്ട് പോയിൻറ്റ്സ്, റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ട്രേഡിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ പറയുന്നതാണ് നല്ലത്. അപ്പോൾ കാര്യങ്ങൾ ഈസി ആവണം. പക്ഷേ ഇതിനകത്ത് വേറെ വരുന്ന കമ്പനിയുടെ കുറച്ച് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പറയുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസാണ്. അത് റിഫൈനറീസാണ്, റിലയൻസിൻ്റെ റിഫൈനറീസാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോടിയാണ്. 20,27,206 20,27,206 കോടി. മനസ്സിലാക്കണം, 20,27,206 കോടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്കിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അത്രയും കോടിയാണ്. അപ്പോൾ അത്രയും പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് കിടപ്പുണ്ടെന്നാണ് ഈ പറയുന്നത് മാർക്കറ്റിൽ. ഓക്കെ, പിന്നെ അതിന് താഴോട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നാണ്. അതിലിപ്പോൾ ഓരോന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്തേക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോൾ ഇന്ത്യക്കകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റീറ്റെയിൽ ആൻഡ് അതർ. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രേഡേഴ്സാണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽസ്. മ്യൂച്വൽ ഫണ്ട്, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കുകളും മറ്റുമൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ട് കമ്പോസിറ്റായിട്ട് ഇത് ചെയ്യാറുണ്ട്. അതിനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, അറിയാലോ എല്ലാവർക്കും. പിന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സ്. ഇതിനകത്ത് നോക്കിയോ, അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പറ്റും. 50.31%. അതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 50.31% അതിൻ്റെ തന്നെ പ്രൊമോട്ടേഴ്സ്, അതായത് അംബാനി ഗ്രൂപ്പിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 22.06% ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. റിലയൻസിൽ ഇത്രയും ശതമാനം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9.68%. പിന്നുള്ളത് 10.45% റീറ്റെയിൽ, അതായത് സാധാരണ ഡെയിലി ട്രേഡേഴ്സ് 10%-ത്തിനടുത്തേ ഉള്ളൂ ഏകദേശം. പിന്നുള്ളത് മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ നമ്മൾ ഡേ ടു ഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50.31% സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ട്രേഡ് ചെയ്യുന്നതല്ല. അപ്പോൾ മൊത്തം എമൗണ്ടിൻ്റെ 50%-നടുത്ത് സ്റ്റോക്ക് എമൗണ്ട് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന എമൗണ്ട് ഡേ ടു ഡേ ട്രേഡ് ചെയ്യുന്ന എമൗണ്ട് അല്ല. അപ്പോൾ ഇതിനകത്ത് ഫ്ലക്ച്വേഷൻസ് പെട്ടെന്ന് വരത്തില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കേഷണലി അവർ അപ്ഡേറ്റ് ചെയ്യും.
അവർ ഡേ ടു ഡേ ട്രേഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം അവർ ചിലപ്പോൾ ഡേ ടു ഡേ ട്രേഡിങ് ചെയ്യും, ചിലപ്പോൾ അവർ വൺ ടൈം ചെയ്യും, വൺ ടൈം വിഡ്രോ ചെയ്യും, അങ്ങനെ ആയിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ റീറ്റെയിൽ ആൻഡ് അതേഴ്സ്, അത് നമ്മുടെ സാധാരണ ട്രേഡേഴ്സ്, അതാണ് 10.45. ഈ 10 പോയിൻ്റ് ആകെ ഉള്ളതിൻ്റെ 10-1 ആളുകളാണ്, അല്ലെങ്കിൽ ആകെയുള്ളതിൻ്റെ 10-1 ഷെയർസാണ് ട്രേഡിംഗ് നടത്തുന്നത്. അതിൽ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കാണും, ഡേ ടു ഡേ ട്രേഡിംഗ് നടത്തുന്നവരും കാണും. പിന്നുള്ളതാണ് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ അവയാണ് 9.68%. അവരും ഡേ ടു ഡേ ട്രേഡിംഗ് ചെയ്യുന്നവരും കാണും, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിരിക്കുന്നവരും കാണും. മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ. മ്യൂച്വൽ ഫണ്ടിലിട്ടിട്ട് സാധാരണഗതിയിൽ ട്രേഡിംഗ് ഒന്നും നടത്താറില്ല. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഒബ്സർവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഫിക്സഡ് ആണ്, അതൊന്നും ഫ്ലക്ച്വേഷൻ തരുന്നില്ല, അല്ലെങ്കിൽ വോളറ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ അതിനകത്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി അറിയേണ്ടത്. പിന്നെ അതിന് താഴോട്ട് ഓരോ സെക്ടർ പറയുമ്പോഴേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അംബാനി ഗ്രൂപ്പാണ് പ്രൊമോട്ടേഴ്സ്. അംബാനി ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് വൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നറിയാം. കാരണം അവർ ചിലപ്പോഴൊക്കെ അവരുടെ ഷെയറുകൾ വിൽക്കും. അപ്പോൾ ചില സമയത്ത് വിൽക്കും, ചില സമയത്ത് അവർക്ക് ഡിവിഡൻഡ് കിട്ടും. ആ ഡിവിഡൻഡ് ഉപയോഗിച്ചിട്ട് അവർ വീണ്ടും അതിൻ്റെ ഇൻറ്റേർണലി ഷെയർ പർച്ചേസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഷെയർ കൂടും. ഇപ്പോൾ ജൂൺ 2023 50.39% ആയിരുന്നു. പക്ഷെ സെപ്റ്റംബർ 2023 അത് 50.27 ആയിരുന്നു. ഡിസംബർ 2023 50.3 ആയിരുന്നു. മാർച്ച് 2024 അത് 50.31 ആണ്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ താഴോട്ടുള്ളത് കമ്പനിയുടെ കുറച്ച് വേറെ അബൌട്ട്സ് ഇൻഫർമേഷൻ, ആ കമ്പനി എങ്ങനെയാണെന്ന്. കാരണം ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ഡിവിഡൻഡ് കൊടുത്തേക്കുന്നത് 19 ഓഗസ്റ്റ് 2024. 19 ആഗസ്റ്റ് 2024 10 രൂപ, ഒരു ഷെയറിന് 10 രൂപ വെച്ച് അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 21 2023 ഇത് ഓരോ വർഷത്തിന് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 22, 23, 24 നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ 3 വർഷത്തെ ഡിവിഡൻഡ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ 2022 8 രൂപ കൊടുത്തു, 2023 9 രൂപ കൊടുത്തു, 2024 10 രൂപ കൊടുത്തു. പ്രോഗ്രസീവ് ആണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ ഇൻഫർമേഷനൊക്കെ നമുക്ക് നോക്കാം. ഒരിക്കൽ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പിന്നെ നോക്കണമെന്നില്ല, നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. പിന്നെ ഇതിനകത്ത് 2 ബട്ടൺ ഏറ്റവും താഴെയായിട്ട് കാണുന്നുണ്ട്, ബൈ ആൻഡ് സെല്ല്. പിന്നെ ബൈയും സെല്ലും ഒക്കെ എങ്ങനെ നടത്തും എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അറിയാൻ പറ്റും, ആ കമ്പനിയുടെ ബേസിക് ഇൻഫർമേഷൻ, അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുമല്ലോ, എത്ര രൂപയാണ് മൊത്തം അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്, അത് മാർക്കറ്റ് ക്യാപ്പ്. ഇവിടെ റിലയൻസിൻ്റെ കേസിൽ 27,206, അതായത് 20,27,206 കോടി. 20 ലക്ഷത്തിന് മേളിലാണ്. 20 ലക്ഷം കോടിയാണ്, 20 ലക്ഷം രൂപയല്ല, 20 ലക്ഷം കോടി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പോക്ക്. അപ്പോൾ ഇതാണ് റിലയൻസിൻ്റെ ഷെയറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് വേറെ ഏത് ഷെയർ എടുത്താലും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇപ്പോൾ ഇതെല്ലാം റിലയൻസ് നമ്മൾ സെർച്ച് ചെയ്തെടുത്തല്ലേ. റിലയൻസിന് പകരം നമുക്ക് SBI എടുക്കാം. SBI ലൈഫ് ഫണ്ട്, SBI ഇന്ത്യ, SBI തന്നെ എടുക്കാം. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതവരുടെ ബാങ്കിങ് സെക്ടറാണ്. അതിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് LTP. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ടെർമിനോളജി പഠിക്കാൻ പോകുന്നു. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് LTP. അപ്പോൾ LTP എന്ന് പറയുന്നത് ഇവിടെ 815.35 ആണ്. ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ ഇന്നലത്തെക്കാളും 4.95 കുറഞ്ഞു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിനകത്തൊരു ചാർട്ട് കാണിക്കും. ആ ചാർട്ടിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാർട്ട് ലോഡ് ചെയ്യും. നെറ്റ്വർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ലോഡ് ചെയ്യുന്നത് കുറച്ച് ലേറ്റാവും. ഓക്കെ, അപ്പോൾ ലോഡായിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഇന്ന് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. അത് വലിയ ചേഞ്ചസ് അല്ല വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് ഹയസ്റ്റ് ആയിട്ട് ഏകദേശം 825 വന്നിട്ടുണ്ട്, 824 മേളിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ താഴോട്ട് പോയി മേളിലോട്ട് പോയി അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ 815 വന്ന് നിൽക്കുന്നത്, 815 പോയിൻറ്റിൽ. അപ്പം നമുക്ക് പാസ്റ്റ് ഡേറ്റയൊക്കെ കാണാൻ വേണ്ടി നമുക്കിതിനെ പതുക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടാൽ, നമ്മൾ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് ടച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്ത് വിട്ടാൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ അത് 826 പോയിട്ടുണ്ട്, താഴോട്ട് അതുപോലെ തന്നെ 800 പോയിട്ടുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് താഴെ ടൈം ലൈൻ കാണിക്കും, ഓരോ ഡേറ്റ് പല രീതിയിൽ നമുക്കിതിനെ കാണാം. നമുക്കിപ്പോൾ 5 മിനിറ്റ്സ് വെച്ചിട്ട് കാണാം, പിന്നെ 1 അവർ വെച്ചിട്ട് കാണാം. അപ്പോൾ അതിനനുസരിച്ച് ഗ്രാഫ് വ്യത്യാസം വരും, ചാർട്ട് വ്യത്യാസം വരും. അവിടെ തന്നെ 1 അവറിന് പോലെ നമുക്ക് 1 ഡേ വെച്ചിട്ട് കാണാം. അപ്പോൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും കാണുക. പിന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ക്യാൻഡിൽ ഇതിനകത്ത് ഈ ഗ്രാഫിനകത്ത് കാണുന്ന ഇതിനെയാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പച്ച കാണുക എന്ന് പറഞ്ഞാൽ വാല്യൂ റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പച്ച കാണിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റെഡ് കാണിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈസ് ചെയ്തിട്ട് ഡൗൺ ചെയ്യുന്നതിന് ഇതെല്ലാം ടൈം ലൈൻ ബേസ്ഡ് ആണ്. ഒരു നിശ്ചിത ടൈം ലൈനിനകത്ത് ഒരു ക്യാൻഡിൽ വരയ്ക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് അടുത്ത ക്യാൻഡിൽ വരയ്ക്കും. അപ്പോൾ മുകളിലേക്കും താഴേക്കും ഒരേ ക്യാൻഡിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ മുകളിലേക്ക് അത്രയും സമയത്തിനകത്ത് മുകളിലോട്ടുള്ള മൊമെൻറ്റം കൂടുതലാണെന്നുണ്ടെങ്കിൽ പച്ചയിൽ അത് വരച്ച് കാണിക്കും. അതേസമയം താഴോട്ടുള്ള മൊമെൻറ്റമാണ് കൂടുതൽ കാണിക്കുന്നതെങ്കിൽ അത് ചുവപ്പിൽ വരച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു വാല്യൂവിൽ നിന്ന് താന്ന് മറ്റൊരു വാല്യൂയിലോട്ട് വരികയാണെങ്കിൽ റെഡും, അതിൽ നിന്ന് പൊങ്ങി മേളിലേക്കാണ് പോകുന്നതെങ്കിൽ ഗ്രീനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയാൻ പറ്റും, ഗ്രീൻ എല്ലായ്പ്പോഴും റെഡിനേക്കാൾ മുകളിലായിരിക്കും. ആ രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഒരു റെഡും ഒരു ഗ്രീനും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ റെഡ് താഴേക്ക് പോയിട്ട് പിന്നെ ഗ്രീൻ മേളിലേക്ക് പോകുന്നു, ഗ്രീൻ പിന്നെയും മേളിലേക്ക് പോകുന്നു. റെഡാണെങ്കിൽ റെഡ് താഴേക്ക് വരുന്നു, അതിൻ്റെ അടുത്ത റെഡാണെങ്കിൽ അത് പിന്നെയും താഴോട്ടായിരിക്കും, അതിൻ്റെ അടുത്ത റെഡാണെങ്കിൽ അത് പിന്നെയും താഴോട്ടായിരിക്കും. അപ്പോൾ റെഡാണെങ്കിൽ അത് താഴേക്കും, ഗ്രീൻ ആണെങ്കിൽ അത് മുകളിലേക്കും ഇടവിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഷേപ്പിൻ്റെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിനെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറയുന്നത്, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഈ ചാർട്ടിന് നമുക്ക് മാറ്റാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻഡിൽസിന് പകരം നമുക്ക് ലൈനാക്കാൻ പറ്റും. ഇപ്പോൾ ലൈനാകുമ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് പോയിന്റുകളിലുള്ള വേരിയേഷൻസ് അറിയാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ ഒരു പാത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലൈനിനേക്കാളും നല്ലത് ക്യാൻഡിൽ സ്റ്റിക്കാണ് നമുക്ക് എല്ലായ്പ്പോഴും. ഓക്കെ, ഇതാകുമ്പോൾ നമുക്ക് ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോയി എന്നും അതിൻ്റെ ഹൈ എത്രയാണ് ലോ എത്രയാണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലൈനൊക്കെ പല രീതിയിൽ മാറ്റാൻ പറ്റും കേട്ടോ, ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ഇൻഫോർമേഷൻസ്. ഓക്കെ, ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഇനി നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് നമുക്കിതിനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഉപയോഗം? ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പാസ്റ്റ് വാല്യൂസ് അറിയാൻ പറ്റും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള വാല്യൂ എങ്ങനെയാണ്, പരമാവധി എത്ര ഹൈറ്റിൽ പോയി എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സമ്മറിയിൽ പോയാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഇനി ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ അലോക്കേഷൻ, ഇതിനകത്ത് പ്രൊമോട്ടേഴ്സ്, SBIയുടെ പ്രൊമോട്ടേഴ്സിന് 57.54 ഉണ്ട്. പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്,
അതർ ഡൊമസ്റ്റിക്, പിന്നെ റീറ്റെയിൽ. SBI സംബന്ധിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണ്. 7.67 ആൾക്കാർ മാത്രമേ റീറ്റെയിലുള്ളൂ. അപ്പോൾ SBIയുടെ മേജർ ഇൻവെസ്റ്റേഴ്സ് കമ്പനികളും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഒക്കെയാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ടുണ്ട്. ഓക്കെ. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഇൻഡിവിജ്വൽസ്. പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട്. മേജർ പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകുതി കൂടുതൽ വെച്ചേക്കുന്നത് SBIയുടെ പ്രൊമോട്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ എങ്ങനെ വന്നേക്കുന്നു എന്നുള്ളത്. പിന്നെ ഡിവിഡൻഡ്, SBI 2024 കൊടുത്തിരിക്കുന്ന ഡിവൈഡൻഡ്, മെയിൽ കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് 13.7 റുപ്പീസാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്നത് ഈ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ ഒരു കമ്പനിയുടെ ലാഭവിഹിതം എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ തുച്ഛമായിട്ട് തോന്നും. കാരണം നമ്മൾ ഈ ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില 815 രൂപയാണ്. നമ്മുടെ 815 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഷെയറിന് കമ്പനി ലാഭവിഹിതമായിട്ട് 13 രൂപ തന്നാൽ നമുക്ക് മുതലാവത്തില്ല. അപ്പോൾ പിന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ വില കൂടുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലായിട്ട് വാങ്ങുന്നവരുണ്ട്, ഡേ ടു ഡേ ട്രേഡിങ്ങിന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ വാങ്ങലും വിൽക്കലുമാണ്. അപ്പോൾ ആളുകൾ അവരുടെ കയ്യിലിരിക്കുന്ന ഷെയറുകൾ സൂക്ഷിച്ച് വെക്കും. ചില ആൾക്കാർ വിറ്റിട്ട് പണം വാങ്ങിക്കും. അപ്പോൾ പെട്ടെന്ന് വിറ്റ് പോകുന്നു എങ്കിൽ അതിൻ്റെ വില കുറയും. വിറ്റ് പോവുകയാണെങ്കിൽ, അപ്പോൾ ആൾക്കാർ വീണ്ടും വാങ്ങുകയാണെങ്കിലോ, വാങ്ങുമ്പോൾ ആ മാർക്കറ്റിലേക്ക് പൈസ വരികയാണല്ലോ. മാർക്കറ്റിലേക്ക് പൈസ വരികയാണ് എന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ വാല്യൂ കൂടും. മാർക്കറ്റിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ, ആളുകൾ പൈസ വിഡ്രോ ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർ ഷെയർ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പൈസ തിരിച്ച് കിട്ടുകയാണല്ലോ. അപ്പോൾ ഈ ഒരു വലിയ പൂളിൽ നിന്ന്, ഈ വലിയ മാർക്കറ്റ് ക്യാപ്പാണ് അതിൻ്റെ പൂള്, ആ പൂളിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകുമ്പോൾ ഷെയറിൻ്റെ വാല്യൂ കുറയും. ആ പൂളിലേക്ക് പൈസ വന്ന് വീഴുമ്പോൾ ഷെയറിൻ്റെ വാല്യൂ കൂടും. ഇങ്ങനെയാണ് സംഗതി. ഓക്കെ, അതൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഷെയറുകൾ എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റും. ഓരോരോ ഇതായിട്ട് ആഡ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഈ ഷെയറുകൾക്കെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ട്. ഒരു ഇൻഡെക്സ് അല്ല, കുറേയധികം ഇൻഡെക്സുകളുണ്ട്. ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി 50, വേറൊന്നാണ് നിഫ്റ്റി ബാങ്ക്, പിന്നുള്ളത് ബാങ്ക് എക്സ്, പിന്നുള്ളത് സെൻസെക്സ്. സെൻസെക്സും നിഫ്റ്റി മേജറാണ്. അതിനകത്ത് ബാങ്ക് എക്സ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഡൊമൈനിൽ വരുന്ന ഒരെണ്ണമാണ്. സെൻസെക്സ് എന്ന് പറയുന്നത് നേരത്തെ പോലെ ഉള്ളതാണ്. ബാക്കി കുറേയധികം പുതിയ ഇൻഡെക്സുകൾ വന്നിട്ടുണ്ട്. സെൻസെക്സും നിഫ്റ്റിയൊക്കെ നേരത്തെ ഉള്ളതാണ്. അതിനുശേഷം കുറേയധികം പുതിയ ഇൻഡെക്സുകൾ വന്നിട്ടുണ്ട്. ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്തത്. കുറേയധികം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ എടുത്തിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി 50-ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ 50 ഷെയറുകളുണ്ട്. ഞങ്ങളെ കാണിക്കാം. ഇത് നിഫ്റ്റി 50 ഇൻഡെക്സാണ്. ഇതിനകത്ത് ഉള്ള ഷെയറുകൾ എൻ്റെ താഴെ കാണിക്കും. 50 കമ്പനികളുടെ ഷെയറാണുള്ളത്. അതിനകത്ത് 13 സെക്ടറുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് തന്നെ കിട്ടും. നമുക്ക് ഈ ആപ്പിനകത്തുണ്ട്, അതുപോലെ പല ആപ്പിലും കാണും. അപ്പോൾ അതിനകത്ത് ഫിനാൻഷ്യൽ സർവീസസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമേറ്റീവ്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, ഹെൽത്ത് കെയർ, മെറ്റൽസ് ആൻഡ് മൈനിങ്, കൺസ്ട്രക്ഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, പവർ, കൺസ്യൂമർ, ഇങ്ങനെ പല മേഖലകളിലായിട്ട് 13 മേഖലകളിലുള്ള ഷെയറുകൾ എടുത്തിട്ട് 50 കമ്പനികളെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 50 കമ്പനികളാണ് ഇതിനകത്തുള്ളത്. ഈ കമ്പനികളുടെ എല്ലാം ഷെയറിൻ്റെ വാല്യൂ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നോ ആ വാല്യൂ ആണ് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ. അതായത് 24,823.15. ഇതാണ് നിഫ്റ്റി 50യുടെ ഇന്നത്തെ വാല്യൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷെയർ സൈഡിൽ നോക്കുമ്പോൾ അറിയാം, ഷെയറുകളുടെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സിൻ്റെ വാല്യൂ ടോട്ടൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. ഈ ഇൻഡെക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറുകളുടെ ഏതെങ്കിലുമൊക്കെ കമ്പനികളുടെ ഷെയറിൻ്റെ വാല്യൂ കൂടി, ഈ ഇൻഡെക്സിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ കുറേ കമ്പനികളുടെ വാല്യൂ ഇടിഞ്ഞു കാണും. അപ്പോൾ ഓഹരി വിപണി ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് ഈ വാല്യൂ കുറയുന്നതിന് ആ കാരണം കൊണ്ടാണ്.
കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഇൻഡെക്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ഒരു മാർക്കറ്റിൻ്റെ വേരിയേഷൻ അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഓഹരിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ ഇൻഡെക്സ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടും ട്രേഡിംഗ് നടത്തുന്നുണ്ട്. അതിലേക്കൊക്കെ ഞാൻ ഇപ്പോൾ പോകുന്നില്ല, ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിഫ്റ്റി 50 ഒരു ഇൻഡെക്സ് ആണ്. അടുത്തത് നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇതിനകത്ത് വെറും 12 കമ്പനികളേ ഉള്ളൂ. നിഫ്റ്റി 50-ക്കകത്ത് 50 കമ്പനികളുണ്ടായിരുന്നെങ്കിൽ നിഫ്റ്റി ബാങ്കിനകത്ത് 12 കമ്പനികളേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ബാങ്കുകളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിഫ്റ്റി ബാങ്ക് ഇതിനകത്ത് HDFC ബാങ്ക്, പിന്നെ ICICI ബാങ്ക്, അങ്ങനെ. ഇവിടെ വളരെ ശ്രദ്ധിക്കുക, ഈ ഓരോ ബാങ്കിനും എത്ര പെർസെൻറ്റേജ് അലോക്കേഷനാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി അതിൻ്റെ മൊത്തം വാല്യൂ അല്ല ഇതിനകത്ത് വരുന്നത്. HDFC ബാങ്കിൻ്റെ 28% വെയിറ്റേജാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ, ടോട്ടൽ സ്ട്രെങ്ത് 100 ആണ് എങ്കിൽ HDFCയുടെ സ്ട്രെങ്ത് 28.38 ആണ് എന്ന രീതിയിലാണ് ഇൻഡെക്സിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത്. ICICI ബാങ്കിന് 23.46 ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ICICI ബാങ്ക് NSE 23.46 വെയിറ്റേജ്. കൊട്ടക് ബാങ്കിന് 10%, SBIN 10, ആക്സിസ് ബാങ്കിന് 10, ഇൻഡസ് ബാങ്കിന് 5.5. പിന്നെയുള്ള എല്ലാ ബാങ്കുകൾക്കും കുറവാണ്, കാരണം അവരുടെ ഇൻഫ്ലുവൻസ് കുറവാണ്. മാറിപ്പോയി. അപ്പോൾ ഇതിനകത്ത് IDFC ഫസ്റ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, പിന്നെ SBI, കൊട്ടക്, ICICI, ഇങ്ങനെ 12 ബാങ്കുകളാണ് നിഫ്റ്റി ബാങ്കുകളിലുള്ളത്. ഇതിൽ ചില ബാങ്കുകൾക്ക് പെട്ടെന്ന് ഇടിവ് സംഭവിക്കാം, ചില ബാങ്കുകൾക്ക് പെട്ടെന്ന് കയറ്റം സംഭവിക്കാം, ഇതെല്ലാം സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പിന്നീട് പറയാം. ഇനി സെൻസെക്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് നിർത്താം. സെൻസെക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ചാർട്ട് എല്ലാം ഇതിനകത്ത് ഉണ്ട്. ഓപ്ഷൻ ചെയിൻ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് പിന്നീട് പറയണം. അത് എല്ലാത്തിലും ഉള്ളതാണ്, എല്ലാ ഇൻഡെക്സിലും ഉള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പിന്നെ സെൻസെക്സിനകത്ത് 30 കമ്പനികളാണുള്ളത്. അതിൻ്റെ സെക്ടേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 13 സെക്ടർ തന്നെയാണ് അതിനകത്തും വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻസെക്സിനകത്ത് റിലയൻസ്, TCS, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, മിക്കവാറൊക്കെ ടോപ്പ് പെർഫോമിംഗ് കമ്പനികൾ തന്നെയാണ് ഇതെല്ലാത്തിലും വരുന്നത്. അതിനകത്ത് മാരുതി, പിന്നെ ആക്സിസ് ബാങ്ക്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. ഓക്കെ, അപ്പോൾ സെൻസെക്സിനകത്ത് 30 കമ്പനികൾ, ബാങ്ക് നിഫ്റ്റിക്കകത്ത് 12 ബാങ്കുകൾ, പിന്നെ നിഫ്റ്റിക്കകത്ത് 50 കമ്പനികൾ പല സെക്ടറുകളിലായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം വെയിറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് വെയിറ്റേജ് ഉണ്ട്. ഇവിടെ റിലയൻസിന് 12% വെയിറ്റേജ് ഉണ്ട്, TCSന് 9% വെയിറ്റേജ് ഉണ്ട്. അങ്ങനെ വെയിറ്റേജുകൾ മാറി മാറി വരുന്നുണ്ട് താഴോട്ട് ഓരോന്നിന്. ഓക്കെ, ഇതൊക്കെയാണ് ഇൻഡെക്സുകൾ. ഇതിലുള്ള ഇൻഡെക്സുകൾ ഈ കമ്പനികളുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് തുടക്കത്തിൽ എനിക്ക് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യാം, കാരണം എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നില്ല. ഇതൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനോ നോട്ട്സോ ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, പ്രൊഫൈൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്കുള്ള മൊത്തവും പണവും എടുത്ത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ഒന്നും ചെയ്യരുത്. നമുക്കുള്ള മൊത്തം അസറ്റിൻ്റെ ഒരു 1-2% അല്ലെങ്കിൽ മാക്സിമം 5-10% മാത്രമേ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോകാവൂ. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോകുന്ന പൈസ നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് നമ്മുടെ ലൈഫിലെ മൊത്തം സമ്പാദ്യമൊന്നും എടുത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ട് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രേഡിങ്ങിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടി എടുത്തിട്ട് ട്രേഡിങ്ങിൽ കൊണ്ടിടാമെന്ന് വിചാരിക്കരുത്. ട്രേഡിങ്ങിനകത്ത് നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും കിട്ടുന്നത്. ചില സമയത്ത് നമ്മുടെ പൈസ മൊത്തം വാനിഷായി പോകും. പക്ഷെ അതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളതൊക്കെ ചെയ്യാവൂ. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. ആ പ്രോഫിറ്റ് അക്യൂമുലേറ്റ് ചെയ്ത് വെക്കുക.
ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് അക്യൂമുലേറ്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് പറയാനുള്ളത്, ആരൊക്കെ എന്തൊക്കെ അഡ്വൈസ് തന്നാലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ റിസ്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാവൂ. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ട്രേഡിംഗ് ചെയ്യാവൂ. എൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതായിരുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 1 മാത്രമേ ഞാനിപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ഞാൻ സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 എന്ന് പറഞ്ഞ് പോയിട്ടാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ തീരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യുക. ആകെ പറയാനുള്ള ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു 5% പോലും ആയിട്ടില്ല. ഫണ്ടമെൻ്റൽസ് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ സ്റ്റോക്ക് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും അത് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അത് ഉപയോഗിച്ച് ട്രേഡിങ്ങിലേക്ക് നമുക്ക് വളരെ പ്രിസൈസായിട്ടും വളരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോസ് മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരാം. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് ഒരിക്കലും നിങ്ങളെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസ് ചെയ്യാൻ എല്ലായ്പ്പോഴും എലിജിബിലിറ്റി ഉള്ളത് സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. സെബി രജിസ്ട്രേഡ് അഡ്വൈസേഴ്സാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ടാണ് ട്രേഡ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടുന്ന രീതിയിലേക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ, അതിന് സെബിയുടെ എക്സാം പാസ്സായി ലൈസൻസ് എടുത്ത് അവിടെ ഡെപ്പോസിറ്റ് അടച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് സാധാരണ ആൾക്കാർ അഡ്വൈസേഴ്സായിട്ട് മാറുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നില്ല. എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അഡ്വൈസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എങ്കിലും കേൾക്കുന്ന ആളുകൾ അത് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രം അവരുടെ ട്രേഡിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നത് നജീം ഇല്യാസ്. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത എപ്പിസോഡുകളിലേക്ക് നിങ്ങൾക്കിത് തുടർന്നും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയറും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം നജീം ഇല്യാസ്.